സബ് കോൺഷ്യസ് മൈൻഡിൽ എന്ത് കിട്ടിയാലും അതിൽ തന്നെ ഒന്ന് നിലനിർത്തി ആ കിട്ടിയ സാധനത്തിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പം നമ്മളുടെ ജീവിതത്തിൽ തെറ്റായ സിസ്റ്റത്തിലൂടെ സബ് മൈൻഡിൽ കയറി കിടക്കുന്നതെല്ലാം നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ എത്ര പോസിറ്റീവാകാൻ ശ്രമിച്ചാലും റിസൾട്ട് ഉണ്ടാകണതെല്ലാം നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആദ്യം നമ്മളുടെ വിശ്വാസത്തിൻ്റെ തലം നമ്മളെക്കുറിച്ച് സ്ട്രോങ് ആവുന്നുണ്ടോ. നമുക്കൊന്നും കഴിയില്ലെന്നും പറ്റൂല്ലെന്നും നമ്മളുടെ കഴിവുകേടുകളും നമ്മളുടെ പാരമ്പര്യം, വിശ്വാസം അല്ലെങ്കിൽ വിദ്യാഭ്യാസം, സാമ്പത്തിക ചുറ്റുപാടൊക്കെ നോക്കിയിട്ട് നമുക്ക് പലതും പറ്റൂലെന്ന് നമ്മൾ വിചാരിക്കരുത്. നമ്മളെ കൊണ്ട് ഒന്നിനും കഴിയില്ലെന്ന് അറിഞ്ഞും അറിയാതെയും മറ്റുള്ള ആൾക്കാരുടെ സംസാരത്തിലും പ്രവൃത്തിയിലും അങ്ങനെയുള്ള ഇൻസിഡൻ്റ് ഉണ്ടാകുമ്പോൾ അത് വെച്ചിട്ട് നമ്മൾ സ്വയം നമ്മളെക്കുറിച്ച് നമുക്കൊന്നും കഴിയില്ലെന്ന് ചിന്തിച്ചാൽ നമ്മുടെ ബിലീവ് സിസ്റ്റം ആ രീതിയിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നെഗറ്റീവ്. അങ്ങനെ ഉണ്ടാകാണ്ടിരിക്കണമെങ്കിൽ മറ്റുള്ളവർ എന്ത് നെഗറ്റീവ് പറഞ്ഞാലും നമ്മളെ ജീവിതത്തിൽ നമുക്ക് ദുഃഖം തരുന്ന എന്ത് ഇൻസിഡൻ്റ് ഉണ്ടായാലും നമ്മൾ അതിനെ വിശ്വസിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് പലതും കഴിയുമെന്നും നമുക്കിത്ര പ്രശ്നമുണ്ടെങ്കിലും അതിനെല്ലാം നമ്മൾ മറികടക്കുമെന്നും നമ്മൾ വിജയത്തിലെത്തുമെന്നും നമ്മൾ ആദ്യം വിശ്വസിക്കണം. പിന്നെ നമുക്കൊരു വാശി വേണം. മറ്റുള്ളവർ ഇൻസൾട്ട് ചെയ്യുമ്പോൾ, മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ, മറ്റുള്ളവർ നമ്മളെ ഒഴിവാക്കുമ്പോൾ, മറ്റുള്ളവർ നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോൾ നമുക്കാരുമില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ താഴത്തോട്ട് പോകരുത്.